ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ബജാജിൻ്റെ ഏറ്റവും പുതിയ ഡൊമിനാർ 250യുടെ റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഡ്രീം ക്യാച്ചർ DC മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് എന്നത്തെയും പോലെ മുൻഭാഗത്ത് തന്നെ തുടങ്ങാം. മുൻഭാഗത്ത് തുടങ്ങുന്നതിന് മുന്നേ ഇതിൻ്റെ ഓവറോൾ ഡിസൈൻ പറയുകയാണെങ്കിൽ പഴയ മോഡലുമായിട്ട് കാര്യമായ രീതിയിലുള്ള ഡിഫറൻസ് ഒന്നും വന്നിട്ടില്ല 2024 വരുമ്പോൾ. എന്തെന്നാലും ഈ ഒരു ബജാജിൻ്റെ ഡൊമിനാർ എന്നൊരു മോഡൽ നല്ല രീതിയിൽ സ്വീകരിച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് പെർഫോമൻസ് ബേസ് ആയിക്കോട്ടെ, ഡിസൈൻ ബേസ് ആയിക്കോട്ടെ, നല്ല രീതിയിൽ എല്ലാവരും സ്വീകരിച്ചിട്ടുള്ളൊരു ഡിസൈനാണ് ഡൊമിനാർ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുൻഭാഗത്തേക്ക് തുടങ്ങുവാണെങ്കിൽ മുൻഭാഗത്തെ ഹെഡ് ലാമ്പ്സ് ഫുള്ളി LED ആയിട്ടുള്ള ഹെഡ് ലാമ്പ്സ് ആണ് വന്നിട്ടുള്ളത്. നല്ല ഒരു ഫംഗ്ഷനലി നല്ല യൂസ് ആയിട്ടുള്ള ഒരു ഹെഡ് ലാമ്പാണ്. നല്ല രീതിയിലുള്ള ബ്രൈറ്റ്നസ്സും നല്ല രീതിയിലുള്ള വിസിബിലിറ്റിയെല്ലാം കിട്ടുന്ന രീതിയിലുള്ള ഒരു ഹെഡ് ലാമ്പ്സ് ആണ്. പിന്നെ മുകളിൽ ചെറിയൊരു വൈസർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ വണ്ടി വരുന്ന സമയത്ത് ഈ ഒരു മുകൾ ഭാഗത്താണ് ഇതിൻ്റെ നമ്പർ പ്ലേറ്റ് ഉണ്ടായിരുന്നത്. ആ നമ്പർ പ്ലേറ്റ് നമ്മൾ ജസ്റ്റ് താഴേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ചും കൂടി ഭംഗി താഴേക്ക് വരുമ്പോഴാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഫോക്സിനെ പറ്റി പറയുകയാണെങ്കിൽ മുൻഭാഗത്തെ സസ്പെൻഷൻ ടെലസ്കോപ്പിക് ആയിട്ടുള്ള USD ടൈപ്പ് 37 mm അതുപോലെ തന്നെ 135 mm ട്രാവലുള്ളൊരു സസ്പെൻഷനാണ് കൊടുത്തിട്ടുള്ളത്. അത് നല്ല രീതിയിൽ യാത്രകളിലൊക്കെ നല്ലൊരു ഫീല് കിട്ടാൻ സഹായിക്കുന്നുണ്ട്. ഇനി നമുക്ക് താഴേക്ക് പോവുകയാണെങ്കിൽ ഇതിൻ്റെ മുൻഭാഗത്തെ ബ്രേക്കും അതുപോലെ തന്നെ പിൻഭാഗത്തും ഡിസ്ക് ബ്രേക്കുകളാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ മുൻഭാഗത്ത് വരുവാണെങ്കിൽ 300 mm ഡിസ്ക് പ്ലേറ്റും അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ABS സെൻസർ കാണാൻ പറ്റും. ഡുവൽ ചാനൽ ABS കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് ടയർ വന്നിരിക്കുന്ന സൈസ് വരുന്നത് 100/17 സൈസിലുള്ള ഒരു ടയറാണ് കൊടുത്തത്. പിന്നെ ഇതിൻ്റെ കാലിപ്പറൊക്കെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതിനൊരു സിൽവർ ടച്ചൊക്കെ കാണുമ്പോൾ നല്ലൊരു ഫിനിഷിങ് വരുന്നുണ്ട്. അലോയ് വീലിൻ്റെ ഡിസൈനും അടിപൊളിയായിട്ടുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. നല്ല രസമുള്ള രീതിയിലാണ് കൊടുത്തില്ല. പിന്നെ കളർ പാറ്റേൺ ഈ എൻ്റെ കളി മാറിയിട്ടുണ്ട്. പഴയൊരു ഇതിൽ വെച്ച് നോക്കുമ്പോൾ കളർ പാറ്റേൺ നല്ല രീതിയിൽ ചേഞ്ച് ആയിട്ടുണ്ട്. അത് നമുക്ക് ഈ മഡ് ഗാർഡിലൊക്കെ നോക്കുമ്പോൾ കാണാൻ പറ്റും. ഈ ഒരു ഡിസൈനും പാറ്റേണൊക്കെ ഈ ഒരു പുതിയ മോഡലിലേക്ക് വരുമ്പോൾ വന്നിട്ടുള്ളതാണ്. ഇനി നമുക്ക് പിൻഭാഗത്തേക്ക് പോകുന്ന കഴിയുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഡിസൈനിങ്ങിലുള്ളൊരു സ്റ്റിക്കർ വർക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇൻഡിക്കേറ്റർ കംപ്ലീറ്റ്ലി LED ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് വന്നിട്ടുണ്ട്. പിൻഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ വലിയൊരു ടാങ്ക് 13 ലിറ്ററിൻ്റെ വലിയൊരു ടാങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഗ്രാഫിക്സൊക്കെ എൻ്റെ പുതിയൊരു ഡിസൈനുള്ള ഗ്രാഫിക്സൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ എഞ്ചിൻ വൈസ് പോവുകയാണെങ്കിൽ 248 cc ആണ് ഇതിൻ്റെ ഒരു എഞ്ചിൻ വന്നിട്ടുള്ളത്. സിംഗിൾ സിലിണ്ടർ ആയിട്ടുള്ള ലിക്വിഡ് കൂൾഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. ലിക്വിഡ് കൂൾഡിൻ്റെ റേഡിയേറ്ററൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. റേഡിയേറ്റർ ഗേജ് ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പവർ ഫിഗേഴ്സ് പറയുകയാണെങ്കിൽ 23 bhp 8500 RPM അതുപോലെ തന്നെ 27 Nm ടോർക്ക് 6500 RPM പുറപ്പെടുവിക്കുന്ന ഒരു നല്ല ഹെവി ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. 0 to 100 10 സെക്കൻഡ് കൊണ്ട് ക്യാച്ച് ചെയ്യാൻ പാകത്തിനുള്ള കാപ്പബിൾ ആയിട്ടുള്ളൊരു എഞ്ചിനാണ് ഇത് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഡിസൈനിങ്ങിലൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഒരു പുതിയ എലമെൻറ്റ്സ് ആണ്. നല്ല ഒരു ക്ലാസ് ആയിട്ടുണ്ട് ഇതൊക്കെ കാണാൻ. പിന്നെ എഞ്ചിൻ കാർഡ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ പഴയ രീതിയിലാണ്. അതിൽ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സീറ്റ് പറയുകയാണെങ്കിൽ അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റ് വന്നിട്ടുണ്ട്. പിന്നിയൻ സീറ്റും നല്ലൊരു കംഫർട്ടബിൾ കിട്ടുന്നുണ്ട് ഇരിക്കുമ്പോൾ. അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ട് തോന്നുന്നില്ല. ഇനി പുതിയ വണ്ടി ആയതുകൊണ്ടാണെന്ന് അറിയില്ല. പിന്നെ ഈ ഒരു പോർഷനൊക്കെ സിൽവറിലാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഒരു മാറ്റ് സിൽവറാണ് വന്നിട്ടുള്ളത്. പിൻഭാഗത്തേക്ക് നോക്കുമ്പോൾ 250ൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡൊമിനാറിൻ്റെ ഒരു ബാഡ്ജിങ് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഗ്രാബ് റെയിൽ നല്ല രീതിയിലൊരു ഗ്രാബ് റെയിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന് ആഫ്റ്റർ മാർക്കറ്റ് ഒരുപാട് ഗ്രാബ് റെയിലും അതുപോലെ തന്നെ സാഡിൽ ബാഗൊക്കെ സാഡിലിൻ്റെ ഒരുപാട് സാധനങ്ങൾ ഇതിന് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ നോക്കുവാണെങ്കിൽ ഇത് ടൈൽ ലാമ്പ് പഴയതായ രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വലിയൊരു മഡ് ഗാർഡ്, ഇത് എവിടെ ഒരു റിഫ്ലക്ടർ വന്നിട്ടുണ്ട്. സാധാരണയുള്ള ഇപ്പോൾ അധിക ബൈക്കുകളിൽ റൗണ്ട് റിഫ്ലക്ടർ കൊടുത്തിട്ട് വൃത്തികേടാക്കാറുണ്ട്. പക്ഷേ അത് ഇതിൽ നല്ല രീതിയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പിൻഭാഗത്തേക്ക് വരുവാണെങ്കിൽ വലിയൊരു ഇത് കൊടുത്തിട്ടുണ്ട്. അതൊരു മഡ് ഗാർഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സാരി ഗാർഡും ഇതിൻ്റെ ഒപ്പം തന്നെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ പിൻഭാഗത്തെ ടയർ സൈസ് പറയുകയാണെങ്കിൽ 130/70/17 ആണ് ഇതിൻ്റെ ടയർ സൈസ് വന്നിട്ടുള്ളത്. പിൻഭാഗത്തെ ഡിസ്ക് ബ്രേക്കാണ് നേരത്തെ പറഞ്ഞു. ഇതിൻ്റെ പ്ലേറ്റ് വന്നിരിക്കുന്നത് 230 mm ഉള്ള വലിയൊരു കാലിബർ വന്നിട്ടുണ്ട്. പിന്നെ സൈലൻസറൊക്കെ പഴയ രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പിൻഭാഗത്തെ സസ്പെൻഷൻ മോണോ സ്റ്റോക്ക് ആയിട്ടുള്ള സസ്പെൻഷനും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഓവറോൾ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഇതാണ് ഇതിൻ്റെ ഇതിൽ ഡിസൈനിങ്ങിൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് ഒന്ന് നോക്കാം. എൻ്റെ ഹൈറ്റ് 173 cm എൻ്റെ ഹൈറ്റ് വരുന്നത്. ഞാൻ ഇതിൽ കയറിയിരിക്കുമ്പോൾ എനിക്ക് നല്ല രീതിയിൽ നിലത്ത് ഫൂട്ട് ചെയ്യാൻ പറ്റുന്നത്, പ്ലാൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കിട്ടുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല. എന്നെക്കാളും കുറച്ചും കൂടി ഹൈറ്റ് കുറഞ്ഞവരിക്കും കുഴപ്പമുണ്ടാവില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയാണ് ഈ ഓവറോൾ ഉള്ളത്. ഇനി ഈ വണ്ടിയുടെ മുന്നിലേക്കുള്ള ലുക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ വണ്ടിയിലേക്ക് കയറിയിരിക്കുമ്പോൾ നല്ലൊരു വലിയൊരു ഫീൽ കിട്ടുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ടാങ്ക് ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. പിന്നെ 13 ലിറ്ററാണ് ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഫ്യൂവൽ ലീഡ് ഓപ്പണിംഗ് ഒക്കെ കൊടുത്തിട്ട് അതൊക്കെ ബ്ലാക്ക് കൊടുത്തൊക്കെ നല്ല രസമായിട്ടുണ്ട്. പിന്നെ ഡൊമിനാറിൻ്റെ 3D ബാഡ്ജിങ് ഒക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. 13 ലിറ്ററാണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. 35 കിലോമീറ്ററാണ് കമ്പനി അവകാശപ്പെടുന്ന മൈലേജ്. ഇനി നമുക്ക് ഇതിൻ്റെ മീറ്റർ കൺസോളിലേക്ക് പോവുകയാണെങ്കിൽ
നല്ല അടിപൊളിയായിട്ടുള്ള മിറർ കൺസോൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഓഡോമീറ്റർ, സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ നമുക്ക് ഇതിൽ തന്നെ കാണാൻ പറ്റും. സൈഡ് സ്റ്റാൻഡ് ഞാൻ തട്ടിയിട്ടില്ല, അത് ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ RPM മീറ്റർ ഇവിടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ, ചെറിയ ഗേജിൽ നിന്ന് ചെറിയൊരു മീറ്റർ ഒരു ഡിസ്പ്ലേയും കൂടി ഇതിലുണ്ട്. നമുക്ക് ഡൊമിനാർ ഉപയോഗിക്കുന്നവർക്കും ഡൊമിനാർ കണ്ടവർക്കൊക്കെ അറിയായിരിക്കും. അപ്പോൾ അതിൻ്റെ ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേഷൻ ഇതിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ടൈം, സ്പീഡ്, ഫ്യൂവലിൻ്റെ ടാങ്കിൻ്റെ ഫ്യൂവൽ കപ്പാസിറ്റി ഇതിൽ ഇൻക്ലൂഡ് ആക്കി. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഡിസ്പ്ലേയിൽ വന്നിട്ടുള്ളത്. പിന്നെ തൊട്ട് താഴെയായി ന്യൂട്രലിൻ്റെ ഇൻഡിക്കേഷൻ, ഓയിലിൻ്റെ ഇൻഡിക്കേഷൻ, അതുപോലെ തന്നെ RPM ലിമിറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ടൈമൊക്കെ സെറ്റ് ചെയ്യാനുള്ള ബട്ടൺസ് ഇതിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്കറിയാം ഡൊമിനാറിൽ ഒരു ഡിസ്പ്ലേ അല്ല 2 ഡിസ്പ്ലേ വരുന്നുണ്ട്. സാധാരണ ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്ററൊക്കെ ഇതിലാണ് വന്നിട്ടുണ്ടായിരുന്നത്, അത് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ഒരു ബജാജിൻ്റെ ബാഡ്ജും അതുപോലെ തന്നെ വാണിംഗ് ലൈറ്റ്സൊക്കെ ഇതിലാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഡിസ്പ്ലേയുടെ കാര്യങ്ങളുള്ളത്. ഇനി നമുക്ക് ഇത് ഹാൻഡിലേക്ക് പോവുകയാണെങ്കിൽ ബട്ടൺസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് എഞ്ചിൻ കിൽ സ്വിച്ച്, പിന്നെ ഇത് ഹെഡ്ലൈറ്റ് പാർക്കിലേക്കും ഹെഡ്ലൈറ്റ് ഓണിലേക്കും ചെയ്യുന്ന ഒരു ബട്ടൺ വന്നിട്ടുണ്ട്. ഇത് മാറിയിട്ടുണ്ട്. ഇപ്പം പണ്ടൊക്കെ നമുക്ക് ഓൾവേസ് ഓൺ ആയതുകൊണ്ട് അതിൻ്റെ ഈ ബട്ടൺസ് കാണാൻ പറ്റില്ലായിരുന്നു. പിന്നെ താഴേക്ക് പോവുകയാണെങ്കിൽ ഇതാ നമ്മളുടെ സെൽഫ് സ്റ്റാർട്ടിൻ്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ മിറർ, നല്ല അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് നല്ല അടിപൊളി ഡിസൈനിങ്ങുള്ള ഒരു മിറർ വന്നിട്ടുണ്ട്. പിന്നെ മറുഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഹെഡ്ലൈറ്റ് ഡിം ബ്രൈറ്റ് കൊടുത്തിട്ടുണ്ട്. പാസ് ബട്ടൺ സെപ്പറേറ്ററിന് കൊടുത്തിട്ടുണ്ട്. ഇപ്പം കുറേ വെഹിക്കിളിൽ പാസ് ബട്ടൺ ഇതിലേക്ക് ഇൻക്ലൂഡ് ആകുന്നുണ്ട്. അത് കുറച്ച് യൂസ് ചെയ്യാൻ ഡിസ്കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് അധികം ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ ഇത് ഇൻഡിക്കേറ്റർ, അതുപോലെ തന്നെ ഹോൺ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ബട്ടൺസ് ആയിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്ത് ഇതിൻ്റെ എൻജിൻ എക്സോസ്റ്റ് നോട്ടൊന്ന് കേട്ട് നോക്കാം. അപ്പോൾ നമ്മൾ എൻജിന് സ്റ്റാർട്ട് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ ഈ സൈഡ് സ്റ്റാൻഡ് തട്ടിയാൽ മാത്രമേ ഈ വണ്ടി ഓൺ ആവുള്ളൂ. അപ്പോൾ നമുക്കിത് എൻജിൻ കിൽ സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എക്സോസ്റ്റ് കൊടുക്കാൻ നൈസായിട്ടുള്ള എക്സോസ്റ്റ് നോട്ടാണ്. പിന്നെ പഴയ വണ്ടിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മാറ്റങ്ങളൊന്നുമില്ല, സെയിം തന്നെയാണുള്ളത്. പക്ഷേ കേൾക്കാൻ നല്ല, ഓടിക്കുമ്പോഴും കേൾക്കാൻ നല്ല ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു എക്സോസ്റ്റ് നോട്ടാണ് വന്നിട്ടുള്ളത്. സൈഡ് സ്റ്റാൻഡ് തട്ടി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളൂ. അതൊക്കെ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് കൊടുത്താണ്. പിന്നെ അതുപോലെ തന്നെ വണ്ടി ചെരിഞ്ഞ് വീഴുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി ഓഫ് ചെയ്യുന്ന രീതിയിലെ സെൻസറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ ഓവറോൾ ആയിട്ടുള്ള കാര്യങ്ങളുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് ഓടിച്ച് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം. നല്ല പവർ നമ്മൾ മൂവിങ്ങിൽ തന്നെ നല്ല രീതിയിലുള്ള പവർ ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു ടോർക്കിൻ്റെ ഫീലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല പൊളിച്ച് ഓടിക്കാൻ പറ്റിയ വണ്ടിയാണ്. 0 to 100 കിലോമീറ്റർ എത്താൻ ഏകദേശം 10 സെക്കൻഡ് മാത്രമേ ഈ വണ്ടിക്ക് വേണ്ടുള്ളൂ. അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ളൊരു വണ്ടിയാണിത്. പിന്നെ സസ്പെൻഷൻ്റെ കാര്യങ്ങൾ, സസ്പെൻഷനൊക്കെ നല്ല ഫീൽ കിട്ടുന്ന സസ്പെൻഷനാണ്. ഈ ഒരു സസ്പെൻഷൻ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് നല്ല രീതിയിൽ യാത്രയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പില്ലിയൻ സീറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ പില്ലിയൻ സീറ്റും നല്ലൊരു കംഫർട്ടബിളായിട്ട്, ഇപ്പം മിക്ക വാഹനങ്ങളുടെ പില്ലിയൻ സീറ്റ് വലിയൊരു കംഫർട്ട് കിട്ടുന്നില്ല. പക്ഷേ ഇതിൻ്റെ പില്ലിയൻ സീറ്റ് നല്ല രീതിയിലൊരു കംഫർട്ട് തരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് എഞ്ചിൻ ഓഫ് ചെയ്യാം, സൗണ്ട് ചിലപ്പോൾ കേൾക്കില്ല. അപ്പോൾ ഓടിച്ച് നോക്കിയിട്ട് പറയുകയാണെങ്കിൽ വണ്ടി നല്ല പവർഫുള്ളാണ്, നല്ല സ്മൂത്താണ്. ഗിയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല ഷിഫ്റ്റ് ചെയ്യാനൊക്കെ നല്ല രീതിയിൽ ഒരു സ്മൂത്ത്നെസ് ഉണ്ട്. ചെറിയൊരു ക്രിസ്മസ് ഉണ്ടെങ്കിൽ പോലും നല്ല അടിപൊളിയായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫസ്റ്റ് താഴെയും ബാക്കി 5 മേലെ 6 സ്പീഡായിട്ടുള്ള ഒരു ഗിയർ ബോക്സ് ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. വണ്ടി അത്യാവശ്യം നല്ല പവർഫുള്ളാണ്. നമുക്ക് നല്ല രീതിയിൽ റെസ്പോൺസ് ഒക്കെ യൂത്തിനൊക്കെ നല്ല രീതിയിൽ എടുത്ത് പൊളിക്കാൻ പറ്റിയ വണ്ടിയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ഈ ഒരു ചെറിയൊരു വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു പൊടിച്ചേക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി കാണാം. അതുവരെ ബൈ.